ഉൽപ്പത്തിയുടെ പുസ്തകം 6:5 ഭൂമിയിൽ മനുഷ്യൻ്റെ ദുഷ്ടത വർദ്ധിച്ചിരിക്കുന്നുവെന്നും അവൻ്റെ ഹൃദയത്തിലെ ചിന്തയും ഭാവനയും എപ്പോഴും ദുഷിച്ചത് മാത്രമാണെന്നും കർത്താവ് കണ്ടു. ഭൂമുഖത്ത് മനുഷ്യനെ സൃഷ്ടിച്ചതിൽ കർത്താവ് പരിതപിച്ചു. അത് അവിടുത്തെ ഹൃദയത്തെ വേദനിപ്പിച്ചു. എന്താണ് കർത്താവിൻ്റെ ഹൃദയത്തെ വേദനിപ്പിച്ചത്? ഭൂമിയിൽ മനുഷ്യൻ്റെ ദുഷ്ടത വർദ്ധിച്ചു. അവൻ്റെ ഹൃദയത്തിൽ ഭൂമിയിലെ ദുഷ്ടത മാത്രമല്ല, മനുഷ്യൻ്റെ ഹൃദയത്തിനുള്ളിലെ ചിന്തകൾ, ഭാവന അത് ദുഷിച്ചത് മാത്രമാണ് കർത്താവ് കണ്ടു. നമ്മുടെ ഉള്ളിലെ ഭൂമിയിലെ പെരുകുന്ന പാപം അതൊരു വശത്ത് നിൽക്കുമ്പോൾ, നമ്മുടെ ഉള്ളിലെ പാപം, മനുഷ്യൻ്റെ ചിന്തകളിലുള്ള പാപം, അവൻ്റെ ഹൃദയത്തിലുള്ള പാപം, അതെപ്പോഴും അവൻ്റെ ചിന്തകളും ഭാവനകളും ദുഷിച്ചത് മാത്രമാണെന്ന് കർത്താവ് കണ്ടു. അതുകൊണ്ട് അതവിടുത്തെ ഹൃദയത്തെ വേദനിപ്പിച്ചു. മനുഷ്യനെ സൃഷ്ടിച്ചതിൽ കർത്താവ് പരിതപിച്ചു. ഹല്ലേലൂയ, യേശുവേ ആരാധന. അതിന് പ്രിയപ്പെട്ടവരെ, ഒരു മനുഷ്യാത്മാവ് പാപത്തിലേക്ക് പോകുന്ന കാണുമ്പോൾ കർത്താവ് അവൻ്റെ മുമ്പിൽ, അവളുടെ മുമ്പിൽ ഒരു മറ പിടിക്കുവേ. ആ പാപത്തിന് ഏത് വിധേന തിരികെ കൊണ്ടുവരാൻ വേണ്ടി കർത്താവ് ഒരു തടസ്സം പിടിക്കും. ഒരു വ്യക്തി പാപത്തിലേക്ക് പോകുന്നതിൽ ഓർത്തു കൊള്ളണം, നമ്മൾ പാപത്തിൽ പോകുന്നതിൽ ഓർത്തു കൊള്ളണം. കർത്താവ് തടസ്സമായിട്ട് വെച്ചിരിക്കുന്ന കൈകളെ പോലെ തട്ടി നീക്കിയിട്ടാണ് ഒരു മനുഷ്യാത്മാവ് പാപത്തിലേക്ക് പോകുന്നത്. ഹല്ലേലൂയ, യേശുവേ ആരാധന. ഒത്തിരി ഉദാഹരണങ്ങൾ വിശുദ്ധ ഗ്രന്ഥത്തിൽ കാണാൻ സാധിക്കും. ഉൽപ്പത്തിയുടെ പുസ്തകം 4-ാമത്തെ അധ്യായം, അവിടെ നമുക്ക് കായേനെ കാണാം. 4-ാമത്തെ അധ്യായം 6-ാമത്തെ വചനം. കായേന്റെയും ആബേലിന്റെയും ബലിയർപ്പണം. കായേന്റെ ബലികളിൽ, കാഴ്ചവസ്തുക്കളിൽ അവിടുന്ന് പ്രസാദിച്ചില്ല. ഇത് കായേൻ അത്യധികം കോപിച്ചു. എന്നാൽ ആബേലിന്റെ കാഴ്ചവസ്തുക്കൾ അവിടുന്ന് പ്രസാദിച്ചു. കായേൻ ആബേലിനോട് വെറുപ്പ് തോന്നി, അസൂയ തോന്നി. 4-ാമത്തെ അധ്യായം 6-ാമത്തെ വചനം, അവൻ്റെ മുഖം കറുത്തു. കർത്താവ് കായേനോട് ചോദിച്ചു, നീ കോപിച്ചിരിക്കുന്നത് എന്തുകൊണ്ടാണ്? നിന്റെ മുഖം എന്താ വാടിയിരിക്കണത്? ഉചിതമായിട്ട് പ്രവർത്തിച്ചാൽ നീയും സ്വീകാര്യനാവുകയില്ലേ? നല്ലത് ചെയ്യുന്നില്ലെങ്കിൽ പാപം വാതിൽക്കൽ തന്നെ പതിയിരിപ്പുണ്ടെന്ന് ഓർക്കണം. അതിൽ നിന്നിൽ താല്പര്യം വെച്ചിരിക്കുന്നു. കായേനോട് കർത്താവ് പറയാണ്, കായേൻ നിന്റെ മുഖം എന്താ വാടിയിരിക്കണത്? നിന്റെ മുഖം എന്താ കറുത്തിരിക്കണത്? ഉചിതമായിട്ട് ചെയ്താൽ നീയും സ്വീകാര്യനായിട്ട് തീരും. നീ ശ്രദ്ധിക്കണം, പാപം നിന്റെ വാതിൽക്കൽ പതിയിരിപ്പുണ്ട്. അത് നിന്നെ നോക്കി ഇരിക്കണം. അത് നിന്റെ മേൽ കണ്ണുവച്ചിട്ടുണ്ട്. നീ ശ്രദ്ധിക്കണം, അല്ലെങ്കിൽ പാപം നിന്നെ കീഴ്പ്പെടുത്തും. പാപം വാതിൽക്കൽ പതിരിപ്പെടും, നീ ഓർക്കണം. അത് നിന്നിൽ താല്പര്യം വെച്ചിട്ട് നീ അതറിഞ്ഞ് നീ അതിനെ കീഴ്പ്പെടുത്തണം. കാരണം അവൻ്റെ ഉള്ളിൽ കൊലപാതക ചിന്ത ഉള്ളിൽ കയറി, വെറുപ്പ് ഉള്ളിൽ കയറി. കർത്താവിന് കൃത്യമായിട്ട് അറിയാം, കർത്താവിന് കൃത്യമായിട്ട് അറിയാം. അവൻ്റെ ഉള്ളിൽ അവൻ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് ആബേലിനെ എങ്ങനെ ഇല്ലായ്മ ചെയ്യുന്നതിനെ പറ്റിയാണ് അവൻ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. കർത്താവ് അവനെ തടയിടാൻ വേണ്ടി അവൻ താക്കീത് കൊടുക്കുന്നുണ്ട്, കായേന് മുന്നറിയിപ്പ് കൊടുക്കുന്നുണ്ട്. എന്നാൽ കർത്താവിൻ്റെ മുന്നറിയിപ്പിനെ തട്ടി മാറ്റിയിട്ടാണ് അവൻ പാപത്തിലേക്ക് വീണു പോകുന്നത്. ഹല്ലേലൂയ, യേശുവേ ആരാധന, യേശുവേ ആരാധന. ഉൽപ്പത്തിയുടെ പുസ്തകം 20-ാമത്തെ അധ്യായത്തിൽ മറ്റൊരു സംഭവം കാണാൻ പറ്റും. അത് അബ്രാഹത്തിൻ്റെ ജീവിതവുമായി ബന്ധപ്പെട്ട സംഭവമാണ്. ഉൽപ്പത്തിയുടെ പുസ്തകം 20-ാമത്തെ അധ്യായം 3 മുതലുള്ള വചനങ്ങൾ. അബ്രാഹം ഗാരാർ എന്ന് പേരായ സ്ഥലത്ത് താമസിക്കുന്ന സമയം, അബ്രാഹവും ഭാര്യ സാറായും കൂടി താമസിക്കുന്ന സമയത്ത് ഗാരാറിലെ രാജാവാണ് അബിമേലേക്ക്. അബിമേലേക്കിന് സാറായെ കാണുമ്പോൾ അവൾ ഭാര്യയായി സ്വീകരിക്കാനൊരു ആഗ്രഹം തോന്നും. അവൾ അബ്രാഹത്തിൻ്റെ ഭാര്യയാണെന്ന് അവൻ അറിയുന്നില്ല. ഈ സാറായി അവൻ കൊട്ടാരത്തിലേക്ക് കൊണ്ടുവരും. ആ രാത്രി ദൈവം അവന് പ്രത്യക്ഷപ്പെടും. അവനോട് പറയും, നീ എന്താണ് ചെയ്യാൻ വേണ്ടി പോകുന്നത്? നീ സ്വന്തമാക്കാൻ വേണ്ടി പോകുന്ന സ്ത്രീ നിമിത്തം നീ ഒരു പിണമായിട്ട് പോകാൻ വേണ്ടി പോവാണ്. നീ സ്വന്തമാക്കിയിരിക്കുന്ന സ്ത്രീ നിമിത്തം നീ ഇത് പിണമായി തീരാൻ പോകുന്നു. കാരണം അവൾ ഒരുവന്റെ ഭാര്യയാണ്. അപ്പോൾ അബിമേലേക്ക് മനസ്സിലാവണത് ഈ സാറ അബ്രാഹത്തിന്റെ ഭാര്യയാണെന്ന കാര്യം. അതറിയുമ്പോൾ അവൻ പെട്ടെന്ന് തെറ്റുതിരുത്താൻ വേണ്ടി പോകുന്നുണ്ട്. അവൻ ഉടനെ അനുദപിക്കും. അപ്പോൾ ദൈവം അവനോട് പറയും, നിർമ്മല ഹൃദയത്തോടെയാണ് നീ ചെയ്യുന്നത് എനിക്കറിയാം. എനിക്കെതിരായി പാപം ചെയ്യുന്നതിൽ നിന്ന് ഞാനാണ് നിന്നെ തടഞ്ഞത്. നീ അവളെ വിവാഹം ചെയ്തെങ്കിൽ അത് പാപമായിട്ട് മാറുമായിരുന്നു. അതുകൊണ്ട് ഞാൻ നിന്നെ തടയുകയാണെന്ന് പറഞ്ഞിട്ട് കർത്താവ് അവൻ്റെ മുമ്പിലേക്ക് ഇറങ്ങി വരും. ഹല്ലേലൂയ, യേശുവേ ആരാധന. ഒരു ദൈവ പൈതൽ പാപത്തിലേക്ക് കാലെടുത്ത് വെക്കുമ്പോൾ കൃത്യമായിട്ട് കർത്താവ് അവൻ്റെ മുമ്പിൽ വന്ന് അവന് തടയിടുന്ന് കാണാൻ. പ്രിയപ്പെട്ടവർ, ഇത് നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്നുണ്ട്. ഒരു പാപത്തിലേക്ക് നമ്മുടെ ആത്മാവ് ചാഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ചിലപ്പോൾ കർത്താവ് ചില മുന്നറിയിപ്പിലൂടെ നമ്മോട് പറയും, മോളെ ചെയ്തേക്കരുത്, ആ വഴിക്ക് പോയേക്കരുത്, ആ ബന്ധം നിന്റെ ആത്മാവ് നശിപ്പിക്കും, ആ വസ്തു നിന്റെ ആത്മാവ് നശിപ്പിക്കും. ഇന്ന് പല കാര്യങ്ങളുടെ കർത്താവ് മുന്നറിയിപ്പ് തരും. ചിലപ്പോൾ ഒരു വചനത്തിലൂടെ ആയിരിക്കാം, ഒരു വചന പ്രഘോഷണത്തിലൂടെ ആയിരിക്കാം, ജീവിത പങ്കാളിയുടെ വാക്കിലൂടെ ആയിരിക്കാം, മക്കളുടെ വാക്കിലൂടെ ആയിരിക്കാം, അല്ലെങ്കിൽ സുഹൃത്തുക്കളുടെ വാക്കിലൂടെ ആയിരിക്കാം. ചിലപ്പോൾ
നമ്മൾ യാത്ര ചെയ്യുമ്പോൾ മതിലും എഴുതി വെച്ചിരിക്കുന്ന വചനത്തിലൂടെ പോലും ആയിരിക്കും കർത്താവിനോട് സംസാരിക്കുന്നത്. ഹല്ലേലൂയ. യേശുവേ ആരാധന, യേശുവേ ആരാധന. വിശുദ്ധ ഫൗസ്തീനയുടെ ഡയറി കുറിപ്പുകൾ സംഭവം കാണാൻ പറ്റും. വിശുദ്ധ ഫൗസ്തീന പുണ്യവതിക്ക് ഹോളി ലാൻഡിൽ പോകാനായിട്ടൊരു അവസരം കിട്ടി. അത് ഇസ്രായേലിലുള്ള ഹോളി ലാൻഡ് ആയിരിക്കണമെന്നില്ല, അത് പോളണ്ടിലുള്ള ഏതെങ്കിലും കർത്താവിൻ്റെ പരസ്യ ജീവിതവുമായി ബന്ധപ്പെട്ട് നമ്മുടെ ചാലക്കുടിയിലെ ഹോളി ലാൻഡ് പോലെ എന്തെങ്കിലും സംഭവങ്ങളൊക്കെ ആയിരിക്കും. അത് അവിടെ പോകാനായിട്ടൊരു അനുവാദം കിട്ടി. ഒരു സന്തോഷമായി ആ ദിവസം ആവാൻ വേണ്ടി കാത്തിരുന്നു. പക്ഷേ കൃത്യം ആ ദിവസത്തിൽ ഇപ്പോൾ മദർ സുപ്പീരിയർ പറയാണ്, ഫൗസ്തീന നീ ഇന്ന് നിനക്കിത് പോകാൻ പറ്റില്ല, നീ ഇവിടെ മഠത്തിലായിരിക്കേണ്ട ആവശ്യമുണ്ട്, നീ ഇവിടെ മഠത്തിൽ നിൽക്കേണ്ടി വരും. അങ്ങനെ മദർ സുപ്പീരിയർ പെട്ടെന്ന് അനുവാദം, മുന്നു കൊടുത്ത അനുവാദം ആ സമയത്ത് നിഷേധിക്കുകയാണ്. ഭയങ്കര സങ്കടമായി, ഫൗസ്തീനയ്ക്ക് ഭയങ്കര സങ്കടമായി. എന്നാലും പോകാൻ പറ്റിയില്ലല്ലോ, ബാക്കി എല്ലാവരും പോയി, എനിക്ക് പോകാൻ പറ്റിയില്ല. ഒരു സങ്കടം വന്ന് പെട്ടെന്നുള്ളിൽ. അന്ന് രാത്രി കർത്താവ് പ്രത്യക്ഷപ്പെട്ട് ഇങ്ങനെ പറഞ്ഞു, ഫൗസ്തീന ഞാനാണ് നിന്റെ യാത്രയെ തടഞ്ഞത്, ഞാനാണ് നിന്റെ യാത്രയെ തടഞ്ഞത്. നീ വിഷമിക്കേണ്ട കാര്യമൊന്നുമില്ല. കാരണം നീ പോയിരുന്നെങ്കിൽ അത് നിന്റെ ആത്മാവിനേറെ ദോഷമായിട്ട് മാറുമായിരുന്നു. നീ പോയിരുന്നെങ്കിൽ നിന്റെ ആത്മാവിന് ദോഷം സംഭവിക്കുന്ന ചില കാര്യങ്ങളൊക്കെ ഉണ്ടാകുമായിരുന്നു. നിന്റെ ആത്മാവിൽ കറ വീഴാതിരിക്കാൻ വേണ്ടി ഞാനാണ് നിന്റെ യാത്രയെ തടസ്സപ്പെടുത്തിയത്. ഹല്ലേലൂയ. യേശുവേ ആരാധന, യേശുവേ ആരാധന. പ്രിയപ്പെട്ടവർ ശ്രദ്ധിച്ചു നോക്കിയാൽ ഒരു കുഞ്ഞ് പാപത്തിന്റെ കറ വീഴാതിരിക്കാൻ വേണ്ടി കർത്താവ് എന്തുമാത്രം നമുക്ക് വേണ്ടി പണിയെടുക്കണത്, കർത്താവ് എന്തുമാത്രം നമുക്ക് വേണ്ടി പരിശ്രമിക്കണത്. ഹല്ലേലൂയ. ചിലപ്പോഴൊക്കെ ചില ചാൻസുകൾ നഷ്ടമാവുന്നുണ്ടെങ്കിൽ ചിലപ്പോൾ പുറത്തേക്ക് പോകാനൊക്കെ ആയിരിക്കും, ചിലപ്പോൾ ഡിലേ വരും, ചില കാലതാമസം വരും, ചിലപ്പോൾ എത്ര പരിശ്രമിച്ചിട്ട് നമ്മുടെ സമയം ആവുന്നില്ല. ബാക്കിയെല്ലാം കൂടെ പഠിച്ച് എല്ലാവരും പോയി, പക്ഷെ നമ്മുടെ സമയമായിട്ടില്ല. അത് എന്താണ് വൈകണത്? കർത്താവിനൊരു കാരണമുണ്ട്, ഈശോയ്ക്ക് ഒരു കാരണമുണ്ട്. ചിലപ്പോൾ ചില രാജ്യത്തേക്ക് പോകാൻ വേണ്ടി പരിശ്രമിക്കും, പക്ഷെ പോകാൻ പറ്റില്ല. ബാക്കി എല്ലാവർക്കും നമ്മളെക്കാളും മാർക്ക് കുറവുകൾ എല്ലാവരും കയറി പോകും, ചിലപ്പോൾ നമുക്ക് പോകാൻ പറ്റുന്നില്ല. കർത്താവിനൊരു കാരണമുണ്ട്. ചില അനുഗ്രഹങ്ങൾ വൈകുന്നതിന് പുറകിലെ കാരണം, ചില അനുഗ്രഹങ്ങൾ നമുക്ക് നിഷേധിക്കപ്പെടുന്നതിന് പുറകിലെ കാരണം, പ്രിയപ്പെട്ടവരെ ഈ ഒരു വചനഭാഗത്തിനെ വിളിച്ച് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. കർത്താവിനൊരു കാരണമുണ്ട്. ഹല്ലേലൂയ. യേശുവേ ആരാധന, യേശുവേ ആരാധന. ദൈവത്തിൻ്റെ പദ്ധതിയുണ്ട്. ജെറമ്യാ പ്രവാചകന്റെ പുസ്തകം 29:11 വാക്യം, നിന്നെക്കുറിച്ചൊരു പദ്ധതി എൻ്റെ മനസ്സിലുണ്ട്, അതിൻ്റെ നാശത്തിലുള്ള പദ്ധതിയല്ല, ക്ഷേമത്തിലുള്ള പദ്ധതിയാണ്, നിനക്ക് ശുഭകരമായി ഭാവിക്ക് പ്രത്യാശയ്ക്ക് ഉതകുന്ന പദ്ധതിയാണ്. കർത്താവിൻ്റെ പദ്ധതിയാണ് ഇപ്പോൾ നമ്മുടെ ജീവൻ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഹല്ലേലൂയ. യേശുവേ ആരാധന.